ഇനിയൊരു കാര്യം തന്നോട് തുറന്നു പറയാലോ സുരേന്ദ്ര. എന്റെ മോൻ കിഷന് വേണ്ടി സുരേന്ദ്രന്റെ മോളെ പെണ്ണെ ഒതുക്കാനാ ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഞാനും വനജയും കൂടി പ്ലാൻ ചെയ്ത്. എന്താടോ, തന്റെ ഈ മിടുക്കി കുട്ടിയെ ഞങ്ങളുടെ മോനോട് ആലോചിക്കുന്ന വിരോധമുണ്ടോ? അതിന് ഇവക്ക് കല്യാണ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇവളിപ്പോഴും പഠിച്ചോണ്ടിരിക്കല്ലേ. അല്ല, ഇപ്പൊ ഉടനെ ഒരു വിവാഹം വേണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. അവൾ തുടർന്ന് പഠിച്ചോട്ടെ. എന്റെ മോന് നല്ലൊരു ജോലിയെ കിട്ടിയതിന് ശേഷം ഈ ബന്ധത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ലടാ മോനെ? എപ്പോഴായാലും എനിക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി കല്യാണം. അതെ, ഒരു കാര്യം തുറന്നങ്ങ് പറയാലോ. എന്റെ മോളുടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. നീ ഊട്ടിക്ക് കിട്ടിയ പോലെ കോടീശ്വരനായ ഒരു പയ്യനെ ഇവക്ക് വരനായി കിട്ടണമെന്നാ എന്റെ ആഗ്രഹം. അഖിലെ കല്യാണം കഴിക്കുന്ന ആള് കോടീശ്വരനാവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഭാര്യയും കുടുംബത്തെ നോക്കാൻ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി, അതാണ് അത്യാവശ്യം. ഇനി ഭാര്യയ്ക്ക് കൂടി ഒരു ജോലി ഉണ്ടെങ്കിൽ അതും ഒരു നേട്ടമാണല്ലോ. അങ്ങളെ, ജീവിക്കാൻ മാന്യമായിട്ടുള്ളൊരു തൊഴിൽ ഒരു വർഷത്തിനകത്ത് ഞാൻ സ്വന്തമാക്കും. അതുവരെ അഖില പഠിത്തം കണ്ടിന്യൂ ചെയ്യട്ടെ. ഇനിയിപ്പോ ടെസ്റ്റുകൾ വരുതാലോ, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തിക്കോട്ടെ. അതെ, രണ്ടുപേർക്കും ഒരു ജോലിയാവുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്താ സുരേന്ദ്ര ആലോചിക്കുന്നത്? അല്ല, അഖിലയുടെ പഠിത്തം തുടരാൻ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ വെച്ചിട്ട് അതൊന്നും ആലോചിച്ച് താൻ വിഷമിക്കണ്ട. അവളുടെ പഠന ചെലവൊക്കെ ഞങ്ങൾ വഹിച്ചോളാം. എന്തായാലും കാര്യങ്ങൾ എത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്കൊരു വാക്കുറപ്പേര് പോലെ എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്താം. എന്താ വിനോദിന് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പിന്നെ എല്ലാം അച്ഛനും നിങ്ങളും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. അത് മാത്രം പോരല്ലോ. എന്റെ മോളുടെ കല്യാണ കാര്യത്തില് എനിക്ക് എന്റേതായ അഭിപ്രായമുണ്ട്. സന്ദീപിന്റെ ബന്ധത്തിൽപ്പെട്ട സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു ബന്ധുവാ ഞാൻ അഖിലേക്ക് വേണ്ടി ആലോചിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്ത് നക്കാപ്പിച്ച ശമ്പളം കിട്ടുന്ന ഒരു ജോലി മാത്രം കിട്ടിയിട്ട് എന്താവാനാ? അമ്മേ, സന്ദീപേട്ടന്റെ ബന്ധത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കണോ അതോ എനിക്കിഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതിന് അമ്മ ഇടപെടണ്ട. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ ഔദാര്യത്തിൽ ഇവിടെ താമസിക്കുന്നതൊക്കെ ശരിയാ എന്ന് വെച്ച് എന്റെ മോളുടെ ഭാവി അതിന്റെ പേരിൽ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവളുടെ കല്യാണം നടക്കൂ. അതുകൊണ്ടേ ഈ ആലോചന ഇവിടെ കൊണ്ട് നിർത്തിക്കോ. സാരമില്ലടോ, ഞങ്ങളൊരു ആഗ്രഹം പറഞ്ഞു. ഇനിയിപ്പോ ഹിന്ദുമതിക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലേ വനജ? അതെ, നിങ്ങൾ എന്താ പൊട്ടനാട്ടം കണ്ട പോലെ നിൽക്കുന്നേ? ഈ വിവാഹത്തിന് നമുക്ക് സമ്മതമല്ലാന്ന് വാ തുറന്ന് പറഞ്ഞൂടായിരുന്നു അവരോട്. ഇന്ദുമതി, മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. അവരെത്ര സ്നേഹത്തോടെയും സന്തോഷത്തോടെയാ
ഇങ്ങനെ ഒരു ബന്ധത്തിന്റെ കാര്യം പറഞ്ഞത്? എന്തു കുറവ് കണ്ടിട്ടാ നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഈ ബന്ധത്തിന് തയ്യാറല്ലാന്ന് പറഞ്ഞത്? ആ, അത് ശരി. ഞാൻ സമ്മതം പറയാത്താണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. ഹ്, അതെ, ഇവിടുത്തെ ചെറുക്കനെ പോലത്തെ ഒരു പയ്യനല്ല എന്റെ മോൾക്ക് ഭർത്താവായി വരേണ്ടത്. അതുകൊണ്ടാ ഞാൻ അത് പറ്റില്ലാന്ന് തീർത്തു പറഞ്ഞത്. എന്ത് കണ്ടിട്ടാ ഇന്ദുമതി നീ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? തറവാട്ടം വന്ന സ്വർണത്തിന്റെ പേരിലാണോ? അതെ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ആ സ്വർണം കണ്ടിട്ടാ ഈ പറഞ്ഞ കള്ളൻ നാണപ്പിനും അയാളുടെ ഭാര്യയും മോനും ഒക്കെ കൂടി അകലെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് പുറകെ ഒട്ടിച്ചേർന്ന് നടക്കുന്നേ. നിങ്ങളെ വിളിച്ച് ഒരു നേരത്തെ ഭക്ഷണം തന്നാ നിങ്ങൾ കണ്ണും പൂട്ടി ഇതങ്ങ് സമ്മതിക്കുന്നവർക്ക് മനസ്സിലായി കാണും. ദൈവദോഷം പറയില്ലേ ഇന്ദുമതി? ആകെയുള്ള കിടപ്പാടം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ നമ്മളെ മുന്നും പിന്നും നോക്കാതെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നവനാ കിഷൻ. അവന്റെ ആഗ്രഹപ്രകാരം നിന്നെ അഖില ഇവിടെ താമസിപ്പിച്ചതും അവന്റെ അച്ഛന്റെ അമ്മയുടെയും വലിയ മനസ്സാ. ഇതൊന്നും നീ കണ്ടില്ലെന്ന് നടിക്കരുത്. ഈ വീട്ടിൽ താമസിക്കാം, പക്ഷെ ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ സ്വന്തം മരുമകനായി അംഗീകരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണല്ലേ? അതെ, എനിക്കത് ബുദ്ധിമുട്ട് തന്നെയാ. പിന്നെ ഇവിടെ താമസിക്കുന്നതാണ് അവരുടെ യോഗ്യതയെങ്കില് ഒരു കാര്യം ചെയ്യും, ഞാനും അഖിലയും ഇപ്പൊ തന്നെ പെട്ടി എടുത്തിട്ട് ഇറങ്ങാം. നിങ്ങൾക്കേ ഞങ്ങൾക്ക് പറ്റിയൊരു വാടക വീട് എടുത്തരാൻ പറ്റുമോ? ഇന്ദുമതി, ഒരുപാട് നീ അഹങ്കരിക്കരുത്. ഇനി ആ അഹങ്കാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തറവാട്ടമ്മയുടെ സ്വർണം കണ്ടിട്ടാണെങ്കിൽ അത് ചിലപ്പോ നിനക്ക് ഉതകാതെ പോകും. എന്ന് ആര് പറഞ്ഞു? ആവശ്യത്തിന് ഉപയോഗിച്ച സ്വർണം മായവിദ്യ കൊണ്ടൊന്നും മാറില്ല എന്ന് അവര് നമുക്ക് ഉറപ്പ് തന്നിരുന്നു. ആ സ്വർണം കയ്യിലിരിക്കുന്നിടത്തോളം കാലം അഖിലയ്ക്ക് ഈ കള്ളന്റെ മോനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടും. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ ദേവുട്ടിക്ക് സന്ദീപിനെ കിട്ടിയതിനേക്കാൾ നല്ലൊരു പയ്യനെ എന്റെ മോക്ക് വരണായി കിട്ടും. ഞാൻ നൊന്തു പെറ്റ എന്റെ മോള് എന്റെ വളർത്തു മോളേക്കാൾ ഉയരത്തിലെത്തണമെന്നാ എന്റെ ആഗ്രഹം. ഒരു പെറ്റമ്മ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇനി എനിക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാ. നിങ്ങൾ എന്നെയും അഖിലയും എത്രയും പെട്ടെന്ന് ദേവുട്ടിയുടെ അടുത്ത് കൊണ്ടാക്കണം. അഖിലയുടെ പരീക്ഷ കഴിഞ്ഞല്ലോ, ഇനി പോകുന്നതിന് എന്താ കുഴപ്പം? ഈ അവസ്ഥയിൽ ഇവരങ്ങോട്ട് ചെന്ന പാവം ദേവി ചേച്ചിയുടെ കാര്യം എന്താവും? ചേച്ചിയുടെ അവസ്ഥയെക്കുറിച്ച് ഇവരോട് എനിക്കൊന്നും തുറന്നു പറയാനും പറ്റില്ലല്ലോ. എന്താ നിങ്ങളുടെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? ഇല്ല ഇന്ദുമതി, പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പഴമക്കാർ പറയുന്നതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നല്ല കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത നിന്നോട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ആ, സംസാരിക്കുന്നില്ലേ സംസാരിക്കണ്ട, പക്ഷെ എന്നെ എത്രയും പെട്ടെന്ന് ദേവുട്ടിയുടെ അടുത്ത് കൊണ്ടാക്കിക്കൊള്ളണം. ആ